ഹലോ എക്സാമിനർ ഫാമിലി, അത്രയധികം സന്തോഷത്തോടു കൂടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് പാദവാർഷിക മൂല്യനിർണ്ണയം അല്ലേ, നമ്മുടെ ഓണപ്പരീക്ഷ അത്യാവശ്യം നല്ല രീതിയിൽ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് നമ്മുടെ ഓണപ്പരീക്ഷ നടത്തിയിട്ടുള്ളത്. അതായത് ഒരു ദിവസം 2 എക്സാം, പുതിയ പാറ്റേൺ, പുതിയ സിലബസ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ച് കഴിഞ്ഞു അല്ലേ ഓണപ്പരീക്ഷയ്ക്ക്. ഇനി വരാനിരിക്കുന്നത് ക്രിസ്മസ് എക്സാമാണ്. 7 × 2 14ൻ്റെ പണിയാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നിങ്ങളെല്ലാവരും എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ പണി നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് കാത്തിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാവരും അറിയണം. ഓക്കെ, ഈ വീഡിയോ എല്ലാവരും കാണണം. എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന, ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം, കണ്ടിരിക്കണം. കാരണം നിങ്ങൾ ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, ഒരു രക്ഷയുണ്ടാവില്ല. അതായത് ഓണപ്പരീക്ഷ നിങ്ങൾക്ക് ടഫ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഡബിൾ ഇരട്ടി ടഫ് ആവാനാണ് ക്രിസ്മസ് എക്സാം പോകുന്നത്. ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം ഓണപ്പരീക്ഷയ്ക്ക് നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസ് എക്സാമിന് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നു. ഓണപ്പരീക്ഷയ്ക്ക് വർക്കിംഗ് ഡേയ്സ് കൂടുതലായിരുന്നു, ക്രിസ്മസ് എക്സാമിന് വർക്കിംഗ് ഡേയ്സ് കുറവാണ്. അതായത് ആർട്സ്, സ്പോർട്സ്, മേള, ഉപജില്ലാ മേള, കലാമേള, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മാസങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമുക്ക് വളരെയധികം കുറച്ച് ദിവസം മാത്രമാണ് ഇതിന് നമുക്ക് ലഭിക്കുന്നുണ്ടാവും, അതായത് ക്രിസ്മസ് എക്സാമിന് ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടിയിട്ട്. അതല്ല ഞാൻ പറയാൻ പോകുന്ന പണി. ഇതൊക്കെ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്, എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി മറ്റൊരു വലിയ പണി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമുക്കറിയാം എന്നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 11-ാം തീയതിയാണ് അല്ലേ. ഡിസംബർ 11-ാം തീയതി രണ്ടാം പാദവാർഷിക പരീക്ഷ ആരംഭം. ഇത് ഞാൻ പറയുന്നല്ല, നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടറിൽ കൊടുത്തിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, 19-ാം തീയതി ഞാൻ കാണിച്ചു തരാം. 11-ാം തീയതി രണ്ടാം പാദവാർഷിക പരീക്ഷ ആരംഭമാണെങ്കിൽ 19-ാം തീയതി രണ്ടാം പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷം സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ്. ഓക്കെ, അതിനിടയിൽ നമുക്ക് എത്ര ദിവസമാണ് പരീക്ഷ നടത്താൻ വേണ്ടി കിട്ടുന്നത് നിങ്ങളൊന്ന് നോക്കിക്കേ. 11-ാം തീയതി ഉണ്ട് 1, 12-ാം തീയതി ഉണ്ട് 2, 13-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് അന്ന് പരീക്ഷ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ 14-ാം തീയതി സൺഡേ ആണ്, അന്നും നടത്താൻ പറ്റില്ല. 15, 16, 17, 18. ഓക്കെ, അതായത് 1, 2, 3, 4, 5, 6 ദിവസമാണ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. 19-ാം തീയതി ഇല്ലേ സാറേ എന്ന് ചോദിക്കും. 19-ാം തീയതി സാധാരണ ടൈം ടേബിൾ ഉണ്ടാവാറില്ല. എന്തെങ്കിലും കാരണവശാൽ ഒരു എക്സാം നടത്താൻ പറ്റിയില്ലെങ്കിൽ, നമുക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ അത് 19-ാം തീയതിയിലേക്കായിരിക്കും വെക്കുന്നുണ്ടാവുക. ടൈം ടേബിൾ വരുമ്പോൾ 18-ാം തീയതി വരെയുള്ള ടൈം ടേബിൾ ആയിരിക്കും വരുന്നുണ്ടാവുക. റിസർവ് ഡേ ആണ് 19-ാം തീയതി. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ പൂട്ടി. 20-ാം തീയതി മുതൽ നമുക്ക് ക്രിസ്മസ് ഹോളിഡേ ആണ്. അപ്പോൾ ആ ദിവസങ്ങളിലൊന്നും നമുക്ക് എക്സാം നടത്താൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ആകെ ഉള്ളത് എക്സാം ഡേറ്റ്സ് എന്ന് പറയുന്നത് വെറും 6 ദിവസമാണ്. ഓക്കെ, 6 ദിവസമാണ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, 6 ദിവസം, ഓൺലി 6 days. 6 ദിവസം കൊണ്ട് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ അല്ലേ. എത്ര സബ്ജക്റ്റാണ് നമുക്ക് വരുന്നത്? 7-ൽ കൂടുതൽ സബ്ജക്റ്റുകളുണ്ട്. അതായത് നമ്മൾ 8-ാം ക്ലാസ് മുതൽ എടുക്കുകയാണെങ്കിൽ 8-ാം ക്ലാസ്സിൽ 7 സബ്ജക്റ്റ് ഉണ്ട് അല്ലേ. അതായത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, അതുപോലെ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, അതുപോലെ തന്നെ നമ്മുടെ മറ്റു സബ്ജക്റ്റുകൾ അല്ലേ. ഓക്കെ, അങ്ങനെ 7ഓളം സബ്ജക്റ്റുകളുണ്ട്. ക്ലിയർ അല്ലേ? ഇംഗ്ലീഷും ഹിന്ദിയും അല്ലേ, എൻ്റെ സബ്ജക്റ്റ് മറന്നുപോയി. ഓക്കെ, ഇംഗ്ലീഷും ഹിന്ദിയും നമുക്കൊന്നുകൂടെ പറയാം. അതായത് നമ്മുടെ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, മാത്സ് അല്ലേ, പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും, അങ്ങനെ 7ഓളം സബ്ജക്റ്റുകളാണ് 8-ാം ക്ലാസ്സിലുള്ളത്. ഇതേ സംഭവം ബേസിക് സയൻസ് നമുക്ക് 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും അല്ലേ, 9th അതുപോലെ തന്നെ SSLCയിലും എന്ത് ചെയ്യും, ബേസിക് സയൻസ് 3ആയിട്ട് പിരിയുന്നുണ്ട്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ നമ്മുടെ 9-ലും 10-ലും സ്ഥിതി മാറി. 7ഉള്ളത് എത്രയാവും? 9 സബ്ജക്റ്റ് ആവും. IT എക്സാം ഏതായാലും ഇല്ല. 9 സബ്ജക്റ്റ് വെറും 6 ദിവസം. ഇതിന് പുറമെ നമ്മുടെ കലാ, കായികം, പ്രവൃത്തി പരിചയമേള അതും ഉണ്ട്. ഓക്കെ, അതായത് പറയുകയാണെങ്കിൽ 10 സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ 10 സബ്ജക്റ്റ് പരീക്ഷ നടത്താൻ നമ്മുടെ മുമ്പിലുള്ളത് വെറും 6 ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സാമിന് മക്കളെ 9-ലെയും 10-ലെയും മക്കൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. 10-ലെ മക്കളാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് പറഞ്ഞത്. എന്താ? SS-ഉം പ്ലസ് ഹിന്ദി, സോഷ്യൽ സയൻസും ഹിന്ദി ഒരുമിച്ച് വന്നു. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്?
അല്ലേ? ഞങ്ങൾ എങ്ങനെ പഠിക്കും? അങ്ങനെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിരുന്നു, പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് നല്ല പോലെ പരീക്ഷ എഴുതാൻ പറ്റില്ല. അറിയുന്ന കുട്ടികൾക്ക് പോലും, നന്നായിട്ട് പഠിച്ച മിടുക്കരായ കുട്ടികൾക്ക് പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഓണപ്പരീക്ഷയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലേ? വേണ്ട രീതിയിൽ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ടൈം ടേബിൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നല്ലൊരു പ്ലാനിങ്ങോടുകൂടി പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇതാ നമുക്ക് നേരത്തെ അറിയാം ക്രിസ്മസ് എക്സാമിന് ഇങ്ങനെയാണ് സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ പരാതി പറയുന്നവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, എക്സ്ക്യൂസസ് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മൾ നേരിടുകയാണെങ്കിൽ, അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് എന്നാണെന്നൊക്കെ നേരത്തെ അറിഞ്ഞു, ടൈം ടേബിൾ ഇങ്ങനെ ആയിരിക്കും, 6 ദിവസം ഉണ്ടാവുള്ളൂ, അതും നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ 10 പരീക്ഷ അല്ലെങ്കിൽ 9 പരീക്ഷ നടത്തണമെങ്കിൽ ഒരു ദിവസം 2 പരീക്ഷ വരൂലേ? ഒരു ദിവസം 2 പരീക്ഷ വരും. ഒരു ദിവസമാണോ? 2 ദിവസം വരും, അല്ലേ? 2 ദിവസം മിനിമം എന്ത് ചെയ്യും? 2 ദിവസം 2 സബ്ജക്റ്റ് ഉണ്ടാവും. 2 ദിവസം 2 സബ്ജക്റ്റ്. അത് ചിലപ്പോൾ സോഷ്യലും ഹിന്ദിയും ആകാം, കെമിസ്ട്രിയും ബയോളജിയും ആകാം, ഫിസിക്സും ബയോളജിയും ആകാം. എങ്ങനെയാണോ ടൈം ടേബിൾ ഇടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പരീക്ഷ എഴുതേണ്ടി വരും. ഓക്കെ, പിന്നെ ആ സമയത്ത് സോഷ്യലും ഹിന്ദി ഒരുമിച്ച് വന്നുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റാഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകണം, അല്ലേ? ഇനി നമ്മുടെ മുമ്പിൽ ആകെ എത്ര ദിവസമാണുള്ളത്? വെറും 77 ദിവസങ്ങൾ മാത്രമാണ് ക്രിസ്മസ് എക്സാമിന് നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, വെറും 77 ദിവസം. ആ 77 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ടാസ്ക് ആണ്, ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. പുതിയ സിലബസ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നീ കിട്ടിയിട്ട് വേണം, എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് വേണം. പിന്നെ ആകെ ഉള്ളത് 5ഉം 7ഉം 9ഉം ക്ലാസ്സിലെ മക്കൾക്ക് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഇപ്പോൾ കുറച്ചൊരു ധാരണ ഉണ്ടാവും. പക്ഷേ 6, 8, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അല്ലേ, അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ തീർച്ചയായും മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക. ഓരോ ദിവസവും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. ഞാൻ ഇന്ന് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അത് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7ൻ്റെ പണിയല്ല, 7 × 2 14ൻ്റെ പണിയാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇനി മുതൽ ഞങ്ങൾ എന്ത് ചെയ്യും? അടിപൊളിയായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഓരോ സബ്ജക്റ്റ് ഓരോ ദിവസം ഞങ്ങൾ മാറ്റിവെച്ച് സമയം കണ്ടെത്തിയിട്ട് ഞങ്ങൾ അതിന് വേണ്ടി സമയം കണ്ടെത്തും എന്ന് നിങ്ങൾ പറയുക. നിങ്ങൾ അതിന് റെഡി ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ക്രിസ്മസ് എക്സാം വരിക. ഇത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെയല്ല പരീക്ഷ നടത്തേണ്ടത്, അതല്ല വേറെ രീതിയിലാണ്, കുറച്ചുകൂടി ദിവസം വേണം, ഒരു 10 ദിവസം വെച്ചിട്ട് വേണം എക്സാം നടത്താൻ, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം. കാരണം ഇതെല്ലാവരും കാണും. അങ്ങനെയെങ്കിലും ഇപ്പോൾ ടൈം ടേബിൾ ഒന്നും വന്നിട്ടില്ല, ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടില്ല. പക്ഷേ ഈ വീഡിയോ അധികാരികൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ഒരു എക്സാം നേരത്തെ നടത്തിയാൽ മതി, അല്ലേ? എക്സാം എന്ത് ചെയ്താൽ മതി? നേരത്തെ നടത്തിയാൽ മതി. 11-ാം തീയതി എന്നുള്ളതിന് പകരം 9-ാം തീയതിയോ 8-ാം തീയതിയോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, 8-ാം തീയതിയോ 11-ാം തീയതിയോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് സമയം ഉണ്ടാവും. പക്ഷേ ഈ 8-ാം തീയതി ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം? ആ പോർഷൻസ് കംപ്ലീറ്റ് ആവണം സ്കൂളിൽ. അങ്ങനെ ഒരു വെല്ലുവിളിയുണ്ട്, അല്ലേ? ഈ സമയം ആകുമ്പോഴത്തേന് എന്താവണം? സ്കൂളിൽ ചാപ്റ്റേഴ്സ് എടുത്ത് തീർന്നിട്ടുണ്ടാവണം. ഇനി അങ്ങനെ തീർന്നില്ലെങ്കിൽ മക്കളെ നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, എക്സാം വിന്നർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഡിസംബർ അല്ല, നമ്മൾ നവംബറിൽ തന്നെ എന്ത് ചെയ്യും? എല്ലാ ക്ലാസ്സിലെയും നമ്മൾ എന്ത് ചെയ്യും? അടിപൊളിയായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, SSLC ലക്ഷ്യ ബാച്ചും അതുപോലെ തന്നെ നമ്മുടെ 9-ാം ക്ലാസ്സിൻ്റെ ആൽഫ ബാച്ചും 8-ാം ക്ലാസ്സിൻ്റെ ശക്തി ബാച്ചും 7-ാം ക്ലാസ്സിൻ്റെ സൃഷ്ടി ബാച്ചും 6-ാം ക്ലാസ്സിൻ്റെ യുവ ബാച്ചും CBSE 10-ന് ലക്ഷ്യ ബാച്ചും അതുപോലെ തന്നെ +1 അഗ്നി ബാച്ചും +2 ഉയരെ ബാച്ചും അതുപോലെ കൊമേഴ്സിൻ്റെ ജ്വാല ബാച്ചും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മക്കളെ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് എല്ലാ ബാച്ചിലും നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓരോ ചാപ്റ്റർ നമ്മൾ കൃത്യമായിട്ടുള്ള ടൈം ടേബിളോട് കൂടി എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് തീർത്തു തരും നവംബർ അവസാനത്തോടു കൂടി. ഓക്കെ, നവംബർ അവസാനത്തോടു കൂടി കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് തീർത്തു തരും. എന്നിട്ട് റിവിഷൻ ആയിരിക്കും നമ്മൾ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ചെയ്യുന്നുണ്ടാവും. അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസംബർ 1 മുതൽ നമ്മളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നവരെ കംപ്ലീറ്റ് നമ്മൾ റിവിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ 1 ഷോട്ട് സീരീസും അതുപോലെ മാരത്തോൺ ഒക്കെ കാണാം. പക്ഷേ ആ സമയത്തെ യൂട്യൂബിലെ ലൈവ് മാത്രം കണ്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം നല്ല പോലെ എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കമൻറ്റ് അത് മറന്നു പോരുത്. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ പ്രതിഷേധം നിങ്ങൾക്ക് വേണമെങ്കിൽ രേഖപ്പെടുത്താം. അതായത് ഇങ്ങനെയല്ല എക്സാം നടത്തേണ്ടത്, കുറച്ചുകൂടെ ടൈം വേണം, 6 ദിവസം കൊണ്ടൊന്നല്ല നടത്തേണ്ടത്, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? അത് കമൻറ്റ് ചെയ്യുക.
പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് നടന്നില്ല എങ്കിൽ പോലും നമ്മുടെ ബാച്ചിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും, വളരെ കൃത്യമായ ടൈം ടേബിളോട് കൂടി നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ടാവും. PDF നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും, വർക്ക്ഷീറ്റുകൾ ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും. ബാച്ചിലെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു പേടിയും പേടിക്കണ്ട, അത് നമ്മൾ ഓണപരീക്ഷയ്ക്കും നമ്മൾ തെളിയിച്ചതാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് പറയണം തോന്നി, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.